നല്ല സോഫ്റ്റായ ഒരു ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി 1 കപ്പ് റവ 3 മിനിറ്റോളം ഒന്ന് ചൂടാക്കിയെടുക്കാം. വറുത്ത റവയാണെങ്കിൽ കൂടി ഉപ്പുമാവ് ഉണ്ടാക്കും മുന്നേ ഒന്നുകൂടി വറുക്കണം. റവ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. റവ ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ശേഷം അതേ പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കാം. ഉഴുന്ന് ചെറുതായൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ ചോപ്പ് ചെയ്ത് വച്ചിട്ടുള്ള 2 പച്ചമുളകും 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും ചേർത്തിളക്കുക. 2 തണ്ട് കറിവേപ്പിലയും 4 വറ്റൽമുളകും കൂടി ചേർക്കുക. എരിവിനാവശ്യത്തിന് വറ്റൽമുളക് ചേർക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വറ്റൽമുളക് ചേർക്കാം. എനിക്ക് എരിവ് കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ 4 വറ്റൽമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 1 സവാളയും കൂടി ചേർത്ത് നന്നായി സോട്ട് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യമെങ്കിൽ കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുപാട് മൂത്ത് പോവാതെ ശ്രദ്ധിക്കണം. 1 കപ്പ് റവയ്ക്ക് 1.25 കപ്പ് വെള്ളം എന്നതാണ് കണക്ക്. 1.25 കപ്പ് ചൂടുവെള്ളവും കൂടി ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഉപ്പ് ചേർക്കുമ്പോൾ അല്പം മുന്തി നിൽക്കണം. അങ്ങനെയാണെങ്കിലേ വെന്ത് വരുമ്പോൾ ഉപ്പ് പാകമാവുകയുള്ളൂ. തിളയ്ക്കാനായി വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് വറുത്ത് വെച്ചിട്ടുള്ള റവ കുറേശ്ശെയായി ചേർത്ത് കട്ടയില്ലാതെ ഇളക്കിയെടുക്കുക. നന്നായി മിക്സ് ചെയ്ത ശേഷം 15 മിനിറ്റോളം മൂടി വെച്ച് വേവിക്കാം. മൂടി വയ്ക്കുമ്പോൾ ആവിയിലിരുന്ന് റവ കുറച്ചുകൂടി സോഫ്റ്റായി വരും. മൂടി വയ്ക്കും മുമ്പ് 1 നുള്ളു പഞ്ചസാര കൂടി ചേർത്താൽ ഉപ്പുമാവിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.